ഹലോ ഗൈസ്, ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം മഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ ജാർഖണ്ഡ് ജില്ലയിലെ അടിക്കിയിലാണുള്ളത്. അടിക്കിയിൽ നിന്നും അടുത്ത മുറു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര. ക്യാരവൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. മഴയായതുകൊണ്ട് നല്ല രസമാണ്, തണുപ്പാണ്. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ 3 പേരുണ്ട്. ഇനി അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഒരു കടകളില്ല പരിസരത്ത്, കിലോമീറ്ററോളം കാടാണ്. അങ്ങനെ കടകൾ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജംഗ്ഷൻ എത്താറാകുമ്പോൾ ഒരു കട കണ്ടെത്തി. ഇനി ഞങ്ങൾ കടയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകാൻ നോക്കണം. എന്തുണ്ടോ നോക്കട്ടെ. ഞങ്ങൾ ഡോറൊക്കെ തുറന്ന് ഇറങ്ങി. ഡ്രൈവർമാർ 2 പേരും അപ്പുറത്തൂടെ ഇറങ്ങി, ഞാനും ഇതുവഴി ഇറങ്ങി കട തപ്പി. ഇനി ജാർഖണ്ഡിൽ തണുപ്പായതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുക്കണം, റെയിൻകോട്ട് വാങ്ങണം. അങ്ങനെ തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോട്ടൽ കണ്ടെത്തി. എന്തുണ്ടോ എന്തോ കഴിക്കാൻ രാവിലെ നോക്കട്ടെ. ഭക്ഷണം വന്നു. പേരെന്ന് പറഞ്ഞുകൂടാ. കഴിച്ചു. വീണ്ടും നമ്മൾ പോവുകയാണ് വണ്ടിയിൽ. 2 സൈഡും ജംഗിളാണ്. എപ്പോൾ വേണമെങ്കിലും വെള്ളവും കയറാം 2 സൈഡും. അതുപോലെ മൃഗങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതൽ പശുവാണ്. പിന്നെ കാട്ടുമൃഗങ്ങളുണ്ട്, ആനയുണ്ട്, മാനുണ്ട്. മാനൊക്കെയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് 30 കിലോമീറ്റർ സ്പീഡിലേക്ക് പോകാൻ പറ്റില്ല. അതിലും കുറച്ചേ പോകാൻ പറ്റുള്ളൂ. പിന്നെ വേറെ വണ്ടികളൊന്നുമില്ല. ഓപ്പോസിറ്റ് ചുരുക്കം വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതി. ഒരാൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഈ വീഡിയോ ഒക്കെ അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റ് വിട്ട് ഒരു ടൗൺ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. മഴ കാരണം എല്ലാ വണ്ടിയും സൈഡ് കയറ്റി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ ഒരുവിധം മഴ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പം വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തി. മരങ്ങളൊക്കെ റോട്ടിൽ ഒടിഞ്ഞു വീണ കാരണം ഞങ്ങളൊരു അടുത്തുള്ള സ്കൂളിലോട്ട് കയറ്റി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. പാർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പയ്യെ ഇറങ്ങി. അതിൻ്റെ അടുത്ത് ഞങ്ങൾ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ മരങ്ങളുണ്ടായിരുന്നു. എന്താണെന്ന് തപ്പി നോക്കിയപ്പോഴാണ് ഫുള്ള് മാങ്ങയാണ്. ഇവിടെ ജാർഖണ്ഡിൽ ഇപ്പം മാങ്ങയുടെ സീസണാണ്. ഫുൾ മാങ്ങ. ഞങ്ങൾ മാങ്ങ വറക്കം കഴിക്കൊക്കെ അങ്ങനെയൊക്കെയാണ്. സ്കൂളാണ്, വലിയൊരു സ്കൂളാണ്. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ഞങ്ങൾ പിന്നെ 3 പേരുടെ മാങ്ങ വറക്കാനും കാര്യങ്ങളായിട്ടൊക്കെ പോയി. ഒരാളെ കയ്യിൽ മാങ്ങ കിട്ടി, വേറെ ആൾ മാങ്ങയ്ക്ക് വേണ്ടി പോവുകയാണ്. ഞാനും കുറച്ച് മാങ്ങയൊക്കെ പറിക്കി വണ്ടി വെച്ചിട്ടുണ്ട്. പോണ വഴിക്ക് കഴിച്ച് പോവാം. ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ മാങ്ങ ഉള്ളപ്പോഴത്തേക്കും. അവൻ മാങ്ങ കൊണ്ടുവന്ന് നല്ലതല്ലെന്നാണ് പറയണത്. എന്നിട്ട് കാരണം ഇവിടെ ഓരോ ഇപ്പോൾ ജാർഖണ്ഡിൽ മാങ്ങയുടെ സീസണാണ്. ഇവിടെ മുഴുവൻ മാങ്ങയാണ്. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ മാങ്ങ, പറയാൻ പറ്റാത്ത രീതിക്ക് മാങ്ങയാണ്. ഫുള്ള് മാങ്ങ. എൻ്റെ കരയിലെല്ലാം തൊഴിഞ്ഞ് നടക്കുന്ന മാങ്ങയാണ്. ഫുള്ള് കാരണം എല്ലാം മാങ്ങയുടെ സീസണാണ്. ഫുള്ള് മാങ്ങയാണ്. ഒരു രക്ഷയല്ല. ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ സാധനം. ഏകദേശം തറ നോക്കി കാണാം. എൻ്റെ ചുറ്റും കാണാതെല്ലാം മാങ്ങയാണ്. തറയിൽ കാണാതെല്ലാം മാങ്ങയാണ്. ഫുള്ള് മാങ്ങയാണ്. ഫുള്ള് മാങ്ങയാണ്. മാങ്ങയുടെ സീസണാണ്. അപ്പോൾ മുഴുവൻ മാങ്ങയാണ്. ഇവിടെ എല്ലായിടത്തും ഫുള്ള് മാങ്ങയാണ്. ഓരോ മാവിനും നമ്മുടെ നാട്ടിൽ പറഞ്ഞ കോട്ടുഗുണം, അതേപോലെ പല രീതിയിൽ വെറൈറ്റികളാണ്. ഇവിടെ ഉണ്ട് ഒത്തിരി വെറൈറ്റി. പേരെന്ന് പറഞ്ഞു ഇവിടെ സുന്ദർ എന്നൊക്കെ എന്തോ മാങ്ങയ്ക്ക് പേരുണ്ട്. സുന്ദർ അങ്ങനെ ഒത്തിരിയൊക്കെ ഉണ്ട്. ഇതേപോലെ തറയിൽ വരെ കിടക്കും. കൂട്ടിയിട്ടിരുന്നുണ്ട്. മാങ്ങ ഉപയോഗിക്കാൻ ആരും ഇല്ല ഇവിടെ. നമ്മളവിടെ ആണെങ്കിൽ മാവൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേസ്. നമ്മളവിടെ ഈ മാവൊന്നും ഇങ്ങനെ നിൽക്കില്ല. നമ്മളെങ്കിൽ എപ്പോഴേ പറിച്ച് കഴിച്ചേനെ. അപ്പോൾ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെയാണ്. സമയം പോകാൻ വേണ്ടി ഡ്യൂട്ടി തുടങ്ങാൻ നേരത്തെ ഡ്യൂട്ടി, അല്ലാത്തപ്പോൾ ഇതുപോലെ. ഇപ്പോൾ മഴ കാരണം ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ മാവിലും തെങ്ങിലൊക്കെ കയറി നടക്കാം. നമ്മളെ രസം. പിന്നെ കാണാം നല്ല രസം. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മളെ ഡ്രൈവർ പയ്യൻ വരുന്നു. അടുത്ത ഡ്രൈവർ മാങ്ങ പറക്കുന്നു. ഉച്ചയ്ക്ക് ഇനി ആഹാരം ചോറ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, മാങ്ങ ഉണ്ടല്ലോ. നല്ല മാങ്ങ കഴിക്കാം. വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ സമയം പോകാൻ വേണ്ടി പ്രദേശങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ചായക്കട ഉണ്ട്, ഒരു അതിമനോഹരമായ ചായക്കട. അതുപോലെ സ്കൂളിൻ്റെ സൈഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മഴയാണ്, ചാറ്റൽ മഴയാണ്. വളരെ ഭംഗിയാണ്, എല്ലാം കാണാൻ അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് വ്യത്യസ്തമായ വലിയ വലിയ മരങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത.
ഓരോ മരങ്ങളെ സൈസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിശയപ്പെടും. ഗ്രാമീണർക്ക് രാവിലെ എണീറ്റ് പല്ല് തേക്കാനും പരിപാടികളായിട്ടൊക്കെ പോവുകയാണ്. അവർ നോക്കുന്നുണ്ട് ഇതാരാണെന്നൊക്കെ. എന്നാലും നമുക്ക് നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ മലയാളി ആരും ആവുമല്ലോ. അപ്പോൾ അവർ വിചാരിച്ചാൽ അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കുമോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട് ഈ മരത്തിൻ്റെ സൈസ് ഉണ്ട്, ഏറ്റവും സൈസാണ്. ഓരോ മരങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും സൈസാണ്. ഓരോ ഗ്രാമപ്രദേശങ്ങളിലാണ് കാണുന്ന വയലോലകളും എല്ലാം. ഇവിടെ മഴ ഒരു ചെറിയ മഴ പെയ്താൽ മതി, ഇവിടെ മുഴുവൻ വെള്ളത്തിലാണ്, പാടങ്ങളാണ്, കൃഷിയിടങ്ങളാണ് എല്ലാം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇവിടെ ഇത്രയും തരിശായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇത്രയും വെള്ളപ്പൊക്കം പറഞ്ഞത്. അപ്പം ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഇന്നലെ പോയി നിന്ന് വയലൊക്കെ ഒരു 6 തോക്കുന്ന രീതിക്ക് വെള്ളം, അമ്മാതിരി വെള്ളം. കാരണം മരങ്ങൾ സൈസൊക്കെ ഉണ്ടോ. ഇവിടെ എല്ലാ മരങ്ങളിലും നൂല് വരെ കെട്ടും. നമ്മുടെ നാട്ടിലൊക്കെ ആലിൽ പോലെയാണ്. ഇത് ആല് തന്നെയാണ്, വെറൈറ്റി ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇവർ നൂലൊക്കെ കെട്ടി ദൈവങ്ങളെ പോലെ അമ്പലങ്ങളൊക്കെ പോലെയൊക്കെയാണ്, ഈ കാവുക പോലെയൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്ന് വരുന്ന അതൊന്നുമില്ല. പക്ഷേ ഇവിടെ വിശ്വാസം ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. ആളുകളെല്ലാവരും നല്ല ഹാപ്പി മൈൻഡുള്ള ആളുകളാണ്. ഞാനിപ്പോൾ ഇങ്ങനെ നടന്ന് എങ്ങോട്ട് പോകണമെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വ്ളോഗിങ്ങാണ്, ചുമ്മാ രസം, ഇതൊക്കെയല്ലേ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശമെത്തി. ബാക്കിൽ കൂടെ നദിയാണ്. ആ നദിയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ഇങ്ങനെ ഒരു ബയ്യൊക്കെ നടന്നു വരുന്നുണ്ട്. ചോദിച്ചാൽ ബയ്യ പറഞ്ഞത് നദിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നദി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് വെള്ളം കയറി അങ്ങനെ പറഞ്ഞ സെറ്റപ്പാണ്. നമ്മളടുത്ത പോലെ വലിയ ആറും തോടൊന്നും വിടില്ല. ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിന്ന് മഴ ഉറയ്ക്കും മുമ്പ് എവിടെയെങ്കിലും കയറി നിൽക്കണം. ഇവിടെ കയറി നിൽക്കാൻ വീടും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെയൊന്നും. കാട്ടിൻ്റെ അകത്ത് ഞാനും പയ്യൻ മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിലുള്ളവരൊക്കെ ഇപ്പോൾ രാവിലെ മഴ ആറുണ്ടായിരിക്കും, ആരും ജോലിക്കൊന്നും പോകുക, എല്ലാവരും വീട്ടിലാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗിങ് ചെയ്യണം, അതുകൊണ്ടായിരിക്കും എൻ്റെ സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നതും. പിന്നെ വീഡിയോ ഷേക്കിങ്ങൊക്കെ കാണും. എനിക്കിത് ഒരു ആത്മവിശ്വാസം കിട്ടി ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ നല്ല കാഴ്ചകൾ ഞാൻ കവർ ചെയ്യാൻ നോക്കും. മാക്സിമം ഞാൻ നല്ല കണ്ടൻറ്റ് ഉൾപ്പെടുത്താൻ നോക്കും. കാണുന്നവർക്കൊരു മടിച്ചിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നോർമൽ ഒരു കള്ളത്തിലൊന്നുമില്ല. നമ്മൾ എന്താണോ ലൈഫിൽ നടക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, അല്ല വേറെ ഒന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല. എഡിറ്റിങ് കണ്ടൻറ്റിന് വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി കണ്ടൻറ്റ് ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ നോർമൽ നമ്മൾ കാണണം. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ ആൾ എന്താണോ അത് നിങ്ങൾ കാണണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പുകച്ചിൽ പൊലിപ്പീർ അങ്ങനെയൊന്നുമില്ല. ഒരു സാധാ തിരുവനന്തപുരംകാരൻ്റെ ഒരു വ്ളോഗിങ്. ഇത് തിരുവനന്തപുരം അല്ല, ജാർഖണ്ഡാണ്. റോട്ടിൽ കയറിയിട്ടുണ്ട്. ഈ വണ്ടി കാരവാൻ്റെ അടുത്തോട്ട് പോകണം. മഴ ആയതുകൊണ്ട് മാക്സിമം ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, നദിയൊക്കെ ഉണ്ട്, അത് കാണാൻ പോകണമെന്നുണ്ട്. മാക്സിമം മഴ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. കവർ ചെയ്യാൻ പറ്റുമോ ഞാൻ കവർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിലും വീഡിയോയിലെ കണ്ടൻറ്റ് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം എല്ലാവരും, എങ്കിലും മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പോണ വഴിയിൽ ഒരു കുടയൊക്കെ വാങ്ങിച്ച്, മഴ കാരണം ഭയങ്കര മഴയല്ലേ, ഒരു കുടയൊക്കെ വാങ്ങിച്ച് കൈ വെക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലെ ഇപ്പോൾ ഈ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ റേറ്റ് കുറവാണ്. അപ്പോൾ 300 രൂപ ആയിട്ടുണ്ട്, 300 രൂപയേ ഉള്ളൂ. ബാർഗനിങ് ചെയ്ത് 250 രൂപയ്ക്ക് വാങ്ങിച്ചു. മഴയുണ്ട്, കുടയുടെ ആവശ്യമുള്ളതുകൊണ്ട് കുടയൊക്കെ വാങ്ങിച്ചിങ്ങനെ റോട്ടിൽ കൂടെ പോവുകയാണ്. കഴിക്കാൻ വേണ്ടി ബ്രെഡും കപ്പലിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ള. കുറച്ച് നേരമായുള്ള ആഹാരം കഴിച്ചിട്ട് ഇനി വൈകുന്നേരം ഇറങ്ങി വല്ല വാങ്ങണം. അപ്പം ബാക്കി പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ ഹനുമാനും നിറഞ്ഞൊഴുകുന്ന ഒരു ചെറിയൊരു നദി. ഹനുമാനുണ്ട്, നദിയുണ്ട്, ഒരു നിറഞ്ഞൊഴുകുന്ന നദി. ഹനുമാനെ നിങ്ങൾ ഫുള്ള് കാണിച്ചു. പാവഹനുമാൻ മഴയൊക്കെ നനഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ നോക്കിയതും ദേ പോണു ഒരു കൂട്ടം പശുക്കൾ. ഇതൊക്കെ എവിടെ നിന്നൊന്നും അറിഞ്ഞൂടാ ഗൈസ്. അങ്ങനെ വീണ്ടും ഇതിനെയൊക്കെ ഓട്ടിച്ചു വിട്ടതിന് ശേഷം ഞാൻ അകത്ത് കയറി ഞങ്ങൾ വണ്ടി എടുത്ത് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാൻ പോകുന്നില്ല, നൈസാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കണം. ഇതൊന്നും നദിയൊന്നുമല്ല, ഇതെല്ലാം കാണാനെല്ലാം വയലുകളാണ്. മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. ഈ വെള്ളം കെട്ടിക്കുന്ന വെള്ളം റോഡിലോട്ട് ഇറങ്ങുകയും വെള്ളപ്പൊക്കം പോലും വരികയും ചെയ്യും. ഗ്രാമപ്രദേശങ്ങളാണ്, ഫുൾ ഗ്രാമപ്രദേശങ്ങൾ, വയലുകളാണ്. വീടുകളൊന്നും അടുത്തില്ല. ഇതെല്ലാം ട്രൈബൽ ഏരിയകളാണ്. ഇത് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന മേഖലയെല്ലാം ട്രൈബൽസിൻ്റെ ഏരിയകളാണ്. അകത്തോട്ടാണ് വീടുകളല്ല, ഇതെല്ലാം അവരെ കൃഷിയിടങ്ങളാണ്. ഈ വെള്ളം കയറിയുകൊണ്ട് ഇനി കൃഷിയും കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ് സമയമാണ്. ഇത് നമ്മൾ കാണുമ്പോൾ വനമെന്ന് വിചാരിക്കും, പക്ഷേ എല്ലാം കൃഷിയിടങ്ങളാണ്. പിന്നെ മാവ് ഒരുവിധം നമുക്ക് ഇതെല്ലാം ഒറ്റപ്പെട്ട മേഖലകളാണ്. ഇവിടെ ഒരുവിധം റോഡ് മാത്രമേ നല്ല രീതിയിലുള്ളൂ, കടകളോ വീടുകളോ അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ട്രൈബൽസാണ്, അവർ കൂടുതലും കിലോമീറ്ററുകൾ നടന്നാണ് സഞ്ചരിക്കുന്നത്. സൈക്കിളാണ് ഇവിടെ ഏകദേശം 90% ആളുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ വലിയ വലിയ ഗുഡ്സ് വണ്ടികളുമുണ്ട്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു 12 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടൗൺ